ഈഗിള് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് ഒരു ക്രൂരമായ കാഴ്ചയായിട്ട് നമുക്ക് തോന്നും. ആദ്യം കൂട്ടിലെ കമ്പുകളൊക്കെ പതുക്കെ പതുക്കെ പെറുക്കി കളയും. അതിനുശേഷം ഈ കുഞ്ഞുങ്ങളിങ്ങനെ കൂടിൻ്റെ അറ്റത്തുനിന്ന് നിൽക്കുകയാണ്. അപ്പം അമ്മ ഒറ്റ തള്ള്. താഴേക്ക് വീഴുന്ന കുഞ്ഞുങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ് പറക്കാൻ. കൂടുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും പറക്കില്ലെന്ന് ഈഗിൾ അമ്മക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സാധാരണ ഇതിൽ പാരൻസാണ് ഈ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് തള്ളി താഴേക്ക് ഇടുന്നത് പറക്കാൻ വേണ്ടി. പക്ഷേ ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് പാരൻസിനെ കൂട്ടിൽ നിന്ന് തള്ളി താഴെ ഇടാണ് പറക്കാൻ പഠിപ്പിക്കാൻ. ഈശോനെ കാണാതെ പോയിട്ട് ഈശോയുടെ പാരൻസ് 3 ദിവസമാണ് എന്നെ അന്വേഷിച്ച് നടന്നത്. ഉത്കണ്ഠയോടെ അന്വേഷിച്ചെന്ന് പറയാം. ഈശോയോട് ഒന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താണ്? നിങ്ങളെന്തിനാ എന്നെ അന്വേഷിച്ചേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിലിരിക്കേണ്ട ആളല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശോ വളർന്നു കഴിഞ്ഞു. ഈശോയ്ക്ക് ഈശോയുടെ പ്ലേസ്മെൻ്റ് അറിയാം, ഈശോയ്ക്ക് ഈശോയുടെ അപ്പനെക്കുറിച്ച് അറിയാം, മിഷനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഈശോ ഗ്രോണപ്പാണ്. വളരാത്തതാരാണ്? പാരൻസാണ്. പാരൻസിനെ അറിയില്ല ഈശോ ഞങ്ങളുടെ സ്വന്തമല്ല, ഈശോ ഈ ലോകത്തിൻ്റെ മുഴുവനാണ്, ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് വെക്കേണ്ടതല്ല. ആ ഒരു വളർച്ച പാരൻസിന് എത്തിയിട്ടില്ല. 12ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യജീവിതം തുടങ്ങേണ്ട ഈശോ എന്തുകൊണ്ട് 30ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അതിലൊരു ഉത്തരമായിട്ട് നമുക്കിങ്ങനെ വായിക്കാം. ഈശോയുടെ പാരൻസ് അത്രമേൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഈശോനെ പറത്തി വിടാനുള്ള രീതിയിൽ മാതാപിതാക്കൾ വളർന്നിട്ടുണ്ടായിരുന്നില്ല. പാരൻസ് ഒന്ന് ചിന്തിക്കേണ്ടതെന്നറിയാമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല, നിങ്ങൾ താൽക്കാലികമായ കെയർ ടേക്കേഴ്സ് മാത്രമാണ്. നിങ്ങൾക്ക് ലഭിച്ച സമയം കൊണ്ട് നിങ്ങളവരെ എക്യുപ്ഡ് ആക്കുക, പിന്നീട് അവരെ വിട്ടുകളയുക. അവർ പറക്കണം. അവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടതൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് എൻ്റെ ആവശ്യമില്ലെന്നേ. ഈ കുഞ്ഞെൻ്റെ സ്വന്തമല്ലാതെ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇത്ര ആദി? നിങ്ങൾക്ക് തന്നിട്ടുള്ള താൽക്കാലിക സമയത്ത് അവരെ എക്യുപ്ഡ് ആക്കാന്നേ ഉള്ളൂ. പിന്നെ അവരങ്ങോട്ട് പറത്തി വിടുക. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, വളരാത്തത് നമ്മളാണ്, പാരൻസാണ്.